നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഹാപ്പി ഫാമിലി, ഏതൊരു ഫാമിലിയിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവാതിരിക്കത്തില്ല, എല്ലായിടത്തും വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടുപേരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു 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 ഫാമിലി, അതാണല്ലോ ഒരു വീടിൻ്റെ അടിസ്ഥാനം. ഫാമിലി എന്ന് പറയുന്നത് എന്താ? ഈ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹമാണ്. മക്കളോടും ഭാര്യയോടും ഉണ്ട് സ്നേഹത്തിന് അതിൻ്റെ ബേസ് അനുസരിച്ചിരിക്കും ഈ ഫാമിലിയുടെ സ്ട്രെങ്ത്തും എല്ലാം. പിന്നെ രശ്മി പറയട്ടെ. ഇനി രശ്മി പറയട്ടെ. ഞാൻ രണ്ടുപേരും പറഞ്ഞു, ഇനി ബാക്കി രശ്മി. ഞാനും അത് തന്നെ പറയുന്നത്, പരസ്പര വിശ്വാസം എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടല്ലോ. വിശ്വാസവും സ്നേഹവും, ഒരുപാട് അങ്ങ് പൊസസീവ് ആവാതിരിക്കുക. പൊസസീവ് ആകാം, സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് ഉണ്ടാവാമല്ലോ. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം ഭാര്യയ്ക്ക്, മക്കൾക്ക് കൊടുക്കാനുള്ളത് മക്കൾക്ക്. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ മക്കളെയാണോ സ്നേഹിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ വേറൊരാളാണോ? അങ്ങനെയല്ല. ഇപ്പം ചേച്ചിക്ക് കൊടുക്കാനുള്ള ചേച്ചിക്ക്, ചേട്ടന് കൊടുക്കാനുള്ള ചേച്ചി, ബാക്കിയുള്ള സ്നേഹം, ഭാര്യയുടെ സ്നേഹം കംപ്ലീറ്റ് ഇപ്പോൾ എനിക്ക് കിട്ടുമല്ലോ, അത് മതി. ഐ ആം സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതിലുള്ളതിൽ സാറ്റിസ്ഫൈഡ്. കാരണം ഞാനിത് ചോദിക്കാൻ കാരണം, ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ഡിവോഴ്സ് റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. വളരെയധികം നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ കൂടുതലാണ്. അപ്പം അവർക്ക് എന്താണ് അറിയത്തില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ഫാമിലി അത് അത്രത്തോളം അക്സെപ്റ്റബിൾ അല്ല പകുതി മുക്കാൽ ആൾക്കാർക്കും. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ലൈഫ് ഇന്നിപ്പോൾ പുതിയൊരു ലൈഫിലേക്ക് വന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതൊരു അഡ്വൈസ് എന്ന രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാം. നമ്മുടെ ഒരു യങ് ജെൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ യങ് മെമ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക. അല്ലാതെ നീ എൻ്റെ അടിമയാണ് ഭാര്യ ആയതുകൊണ്ട്, അത് പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. എന്ത് പറഞ്ഞാലും അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അതനുസരിക്കുക, ജസ്റ്റ് ഒബേ, അതേ ഉള്ളൂ, ഡോണ്ട് ക്വസ്റ്റ്യൻ. അതല്ല ഇവിടെ. ഇപ്പം നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹത്തിന് ഒരുപാട് ഡെപ്ത് ഉണ്ടാവും, അതൊരിക്കലും ഇളകില്ല, അതിൽ കൂടി വരേ ഉള്ളൂ ആ ഇൻറ്റൻസിറ്റി. അപ്പം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ചും മനസ്സിലാക്കിയും വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. സംശയം ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഒരു ആരോടും സംശയം ഉണ്ടാവാതിരിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ പണ്ടത്തെ പ്രണയത്തിൻ്റെ ലെവലുകൾ. അതെന്ന് വെച്ചാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണൊന്ന് നോക്കിയാൽ ഒരു സ്റ്റാറ്റസ്, അതൊന്ന് ചിരിച്ചാൽ ഒന്നുകൂടി, പിന്നെ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പറയണ്ട. അത്രയൊക്കെ ഉള്ളു അന്നത്തെ ഇത്, അത്രയും മതി നമുക്കൊക്കെ. അല്ല അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിനെ കൂടെ കൊണ്ട് പുറത്തു പോകണമെന്നോ അങ്ങനൊന്നും ആഗ്രഹിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത്രയും അന്ന് രശ്മി ഒറ്റ മോളായുണ്ട്, എപ്പോഴും ഒരു ബോഡി ഗാർഡ് കാണും കൂടെ. പുറത്തൊന്നും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടത്തില്ല, ഒന്നീ അമ്മ ആണ് അല്ലെങ്കിൽ അച്ഛൻ കാണും. അതുകൊണ്ടാണ് നമുക്ക് അന്ന് അപ്രോച്ച് ചെയ്യാനോ പറയാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ആഫ്റ്റർ ഓൾ നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടത് തന്നെയാണ്. അത് ഒരു പല ചേച്ചി പറഞ്ഞാൽ പല നിമിത്തങ്ങൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു, ഒരുമിച്ച് വന്നു. ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കാമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റൂല. ഞങ്ങളെ ഫാമിലി അങ്ങനെ ആയിരുന്നു, ദൂരെ, എത്രയോ ദൂരെ, വർഷങ്ങളിൽ എത്രയോ ദൂരെ. എന്നിട്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരുവാണെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനം തന്നെ, ദൈവത്തിന് തന്നെ, ഗോഡ് പ്രപ്പോസസ്. അതെ തീർച്ചയായിട്ടും. എന്തായാലും വളരെ സന്തോഷം. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇനി വലിയ വലിയ നല്ല നല്ല അസുലഭ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഇനി മുന്നോട്ട് കുറേ വർഷങ്ങൾ ജീവിച്ച് ഹാപ്പി ആയിട്ട് പോട്ടെ, അല്ലേ? ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്ര ചെയ്യാനാ. രണ്ടുപേരും അടിപൊളിയായിട്ട് യാത്രയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ലൈഫ് പോട്ടെ. എന്തായാലും സന്തോഷം. കുറേ നേരം നമ്മളോടിരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് നെഗറ്റീവ് കമന്റ്സ് അല്ലേ? ഞങ്ങളുടെ ഇത് ഇൻസിഡന്റ് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഈ ലോൺലി പേരൻസ് അല്ല, ലോൺലി ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, സിംഗിൾ പേരൻസ്, അവർക്ക് ഇതുപോലെ നല്ല ഒരു പാർട്ട്ണറെ കിട്ടാൻ ദൈവം അനുഗ്രഹം. നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കണം. നമുക്കും ആ ഒരു മക്കളെ ഇപ്പം അവിടുത്തെ മക്കളും എൻ്റെ മക്കളും അതുപോലെ സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ബ്ലെസ്ഡ് ആണ്. അങ്ങനെയുള്ള മക്കളെ കിട്ടുക എന്ന് വെച്ചാൽ തന്നെ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ്. മക്കൾ മാത്രമല്ല, എൻ്റെ മരുമോനും പ്രത്യേകം പറയാം, മരുമോനും എൻ്റെ മോൻ തന്നെയാണ്, ബ്ലെസ്ഡ് ആണ്. അങ്ങനെ ഒരാളെ, അതുകൊണ്ടാണ് മരുമോനാണ് ഇതിന്റെ സൂത്രധാരൻ. ആദ്യം മുതലേ
ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മക്കളും അതുപോലെ തന്നെ. പിന്നെ എൻ്റെ ബന്ധുക്കളെല്ലാം അറിഞ്ഞപ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും നേരത്തെ ആവാമായിരുന്നല്ലോ എന്നാ ചോദിച്ചത്. കുറച്ചും കൂടെ നേരത്തെ. ഇപ്പൊ 11 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ അത്രയും വർഷങ്ങൾ വെറുതെ കളഞ്ഞില്ലേന്ന് ചോദിച്ചവരാണ് കൂടുതൽ. അപ്പം എല്ലാവർക്കും സന്തോഷമായിരുന്നു, എല്ലാവരും ബ്ലെസ് ചെയ്തു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. യെസ്, അതേപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. എന്തായാലും ഇത്രയും സമയം നമ്മുടെ ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.